വിഷ്ണുശാലിനി എപ്പിസോഡ് റിവ്യൂലോട്ട് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ശാലിനിയെ സീമന്തത്തിന് ക്ഷണിക്കില്ല എന്ന് സത്യമ്മ പറഞ്ഞത് കേട്ട് എല്ലാവരും ദുഃഖിച്ചിരിക്കുന്നതാണ്. രോഹിത് ഇതും കേട്ട് ശ്യാമയുടെ അടുത്തോട്ട് മുകളിലോട്ട് പോയി. അതിനുശേഷം വിഷ്ണു ദുഃഖിച്ചിരിക്കുന്നത് കണ്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീ ശ്യാമയെ കാണാൻ പോയോ മോനെ എന്ന്. അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, ആ അച്ഛാ ഞാൻ പോയിരുന്നു, എനിക്ക് അറിയായിരുന്നു നീ പോവുമെന്ന്. ഞാൻ പോയിരുന്നു അച്ഛാ, അവളൊരു പാവമാണ് അച്ഛാ എന്ന് പറയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എല്ലാം ശരിയാവും മോനെ, നീ വിഷമിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്യാമ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ്. അങ്ങോട്ടേക്ക് രോഹിത് കയറി വരുന്നുണ്ട്. അങ്ങനെ രോഹിത് ചോദിക്കുന്നുണ്ട്, എന്തിനാ ശ്യാമ നീ കരയുന്നത്, നീ എന്താ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ രോഹിതേട്ടാ, എനിക്ക് സങ്കടം വരാതിരിക്കോ എൻ്റെ കുഞ്ഞേച്ചി എന്ന് പറയുന്നുണ്ട്. എനിക്കിങ്ങനൊരു ജീവിതം തന്നത് കുഞ്ഞേച്ചിയാണ്. കുഞ്ഞേച്ചി ഇല്ലാതെ എങ്ങനെ എനിക്ക് എൻ്റെ സീമന്തം കഴിക്കാൻ പറ്റും? കുഞ്ഞേച്ചി ഇല്ലാതെ എനിക്ക് ഒരിക്കലും പറ്റില്ല. ഞാൻ എന്തായാലും ഈ സീമന്തത്തിന് സമ്മതിക്കില്ല. എൻ്റെ തെറ്റ് കാരണമാണ് കുഞ്ഞേച്ചി ഇപ്പോൾ ഇവിടുന്ന് പോവേണ്ടി വന്നത്. ഞാൻ ഒരിക്കലും ദീപകിനെ കാണാൻ പോവരുതായിരുന്നു. എന്നിട്ടും എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കുഞ്ഞേച്ചി കള്ളം മൊത്തം പറഞ്ഞത്. ഇപ്പോൾ ഞാനാണ് ഇവിടുന്ന് ഇറങ്ങേണ്ടത്. എന്നിട്ടും അവസാനം സത്യമ്മ ചോദിച്ചപ്പോഴും എനിക്കൊരു ജീവിതത്തിന് വേണ്ടി കുഞ്ഞേച്ചി സത്യങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് രോഹിതേട്ടാ ഇതിന് സമ്മതിക്കുക? എൻ്റെ കുഞ്ഞേച്ചി ഇല്ലാതെ ഞാൻ ഒന്നിനും സമ്മതിക്കില്ല. ഞാൻ എല്ലാ സത്യവും സത്യമ്മയോട് പറയാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞ് ശ്യാമ പോവാണ്. അപ്പോൾ ഇതേ സമയം വിളിക്കുന്നുണ്ട് രോഹിത്, ഇതുപോലുള്ള വിവരക്കേട് നീ ചെയ്ത കാരണമാണ് ഇപ്പോൾ ഇത് ഈ അവസ്ഥയിൽ ഇവിടെ വന്നിട്ടുള്ളത്. ഇനിയും ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കണോ? നീ ദീപകിനെ കാണാൻ പോയതിന് ശേഷം ദീപക് നിന്നെ സ്വീകരിക്കാത്ത കാരണം ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇതെല്ലാം നീ ചെയ്ത കാരണമല്ലേ ശാലിനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്? ശാലിനി ഇത്രയൊക്കെ അപമാനം സഹിച്ചിട്ടും വിഷ്ണുവിനെ പിരിഞ്ഞിവിടുന്ന് പോവേണ്ടി വന്നിട്ടും സത്യങ്ങളൊന്നും പറയാത്തതിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും. നല്ലതിന് മാത്രമേ ശാലിനി എല്ലാതും ചെയ്യുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, എന്നാലും എൻ്റെ കുഞ്ഞേച്ചി ഇല്ലാതെ ഞാൻ ഈ സീമന്തത്തിന് സമ്മതിക്കില്ല എന്ന് പറയാണ്. സത്യാമ്മയുടെ അവസാന തീരുമാനമൊന്നും അല്ലല്ലോ, നമുക്കെല്ലാവർക്കും കൂടെ പറഞ്ഞ് ശാലിനിയെ സീമന്തത്തിന് കൊണ്ടുവരാൻ നീ വിഷമിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കെട്ടിപ്പിടിച്ച് ശ്യാമ കരയാണ്. പിന്നീട് കാണിക്കുന്നത് ശാലിനിയെയും അതുപോലെ ശാരദാമ്മയെയും ശാരികയുമാണ്. അങ്ങനെ ശാലിനി പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനെങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? എന്നെ വിളിച്ചില്ല എന്ന് കരുതിയിട്ടാണോ? എനിക്കൊരു വിഷമവും ഇല്ലല്ലോ. അപ്പോൾ ശാരിക പറയുന്നുണ്ട്, അത് പിന്നെ നിന്നെ വിളിക്കാത്തടുത്ത് ഞങ്ങൾ എങ്ങനെ പോവാം, ഞങ്ങളും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നെ വിളിക്കാതെ നോക്കിയിട്ട് നിങ്ങൾ പോവാതിരിക്കേണ്ട ഒരു ആവശ്യമില്ല, നിങ്ങൾ പോകണം. നമ്മുടെ ശ്യാമയാണ്, അമ്മയുടെ പുന്നാര മോളാണ്, അതുപോലെ നിൻ്റെ കുഞ്ഞനിയത്തിയല്ലേ. അപ്പം നീ അവളുടെ ഒരു കാര്യത്തിന് നിന്നെ വിളിച്ചാൽ നീ പോവില്ലേ? എന്നെ വിളിക്കാത്ത കാരണം ഞാൻ പോകുന്നില്ല, നിങ്ങൾ എന്തായാലും പോകണം. ഈ സമയത്ത് നമ്മുടെ അടുത്ത് നിന്ന് അവൾക്ക് കിട്ടേണ്ടത് സ്നേഹവും പരിഗണനയുമാണ്. അപ്പോൾ അത് നമ്മൾ എന്തായാലും ചെയ്യണ്ടേ? നിങ്ങളെല്ലാവരും പോകണമെന്ന് പറയാണ്. ഈ സ്നേഹവും പരിഗണനയുമൊക്കെ തിരിച്ചും ഇങ്ങോട്ടും വേണ്ടേ? അവൾ നിന്നെ വിളിക്കേണ്ടതല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശാലിനി പറയാണ്, അത് പിന്നെ സത്യാമ്മ എടുക്കുന്ന തീരുമാനമല്ലേ ആരൊക്കെ വിളിക്കണമെന്ന്. ശ്യാമയ്ക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ടായിരിക്കും. ശ്യാമയ്ക്ക് എത്രമാത്രം സങ്കടമുണ്ടെന്ന് എനിക്കറിയാം എന്നെ വിളിക്കാത്തതിന്. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. പിന്നെ നിങ്ങൾക്ക് തോന്നുന്നത് സത്യാമ്മ ഇതുപോലെ ചെയ്യുന്ന കാരണമാണ്. അതല്ല, വേറൊരു വീട്ടിലാണ് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായാലും അവരും എന്നെ മാത്രം വിളിക്കാതെ നിങ്ങളെ വിളിക്കും. അപ്പോൾ അപ്പോഴും ഈ സങ്കടമൊക്കെ തന്നെയല്ലേ? നിങ്ങളതൊന്നും മനസ്സിൽ വെക്കേണ്ട, നിങ്ങൾ എന്തായാലും പോകണം. അവൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മളും കൂടി മാറി നിന്ന് അവൾക്ക് ഒരുപാട് സങ്കടമാവും. അപ്പോൾ അമ്മ എന്തായാലും പോകണം കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ ശ്യാമയുടെ അമ്മ പറയുന്നുണ്ട്, ആയിക്കോട്ടെ ഞാൻ പോവാം, ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ എന്തായാലും പോവാം, വാ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശാരികയും അവിടെ നിന്ന് എണീറ്റ് പോവാണ്. അങ്ങനെ ശാലിനി ഒറ്റയ്ക്കിരുന്ന് കരയുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. പാട്ടും ചെറിയൊരു പാട്ടൊക്കെ ആയിട്ട് അവൾ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. വിഷ്ണുവിനെയും കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ സീമന്ത ചടങ്ങിൻ്റെ അന്നാണ് കാണിക്കുന്നത്. വിഷ്ണുവും രാഘവേട്ടനും അതുപോലെ രോഹിത്തുമൊക്കെ അവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും വിഷമിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ഇതേ സമയം അങ്ങോട്ടേക്ക് സത്യമ്മ കയറി വരികയാണ്. എന്തായി, ചടങ്ങുകളൊക്കെ എന്തായി, എന്തൊക്കെ കാര്യങ്ങളായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വിഷ്ണുവിനോടാ ചോദിക്കുന്നത്. വിഷ്ണു ഒന്നും പറയുന്നില്ല. നിങ്ങൾ എന്താ ഒന്നും പറയാത്തത്? എന്താ പ്രശ്നം? നിങ്ങൾക്ക് എന്താ എൻ്റെ അടുത്ത് പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ നിനക്കറിയാലോ എന്ന് പറയുന്നുണ്ട്. എന്താ അറിയാലോ എന്നാ? നിങ്ങൾ കാര്യം പറ എന്ന് പറയുന്നുണ്ട്. പരസ്പരം ആരും പറയുന്നില്ല. ഇതേ സമയം അങ്ങോട്ടേക്ക് ജ്യൂസുമായിട്ട് അവിടുത്തെ ജോലിക്കാരി വരുന്നുണ്ട്. അങ്ങനെ അച്ഛന് ജ്യൂസ് കൊടുക്കുന്നുണ്ട്. അച്ഛന് വേണ്ടാന്ന് പറയുന്നു. ആർക്കും വേണ്ട ജ്യൂസ്. അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ടേബിളിൻ്റെ മുകളിൽ. അങ്ങനെ ജ്യൂസുമായിട്ട് വന്ന് അവിടുത്തെ ജോലിക്കാരിയും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, കാര്യം പറ, എന്താ കാര്യം നിങ്ങൾ പറ, ആരെങ്കിലും പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞ് സത്യം എല്ലാവരോടും ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാഘവേട്ടൻ പറയുന്നുണ്ട്,
ബാമേ നീ കണ്ണടച്ചങ്ങ് ഇരുട്ടാക്കാനൊന്നും ശ്രമിക്കണ്ട. നിനക്കറിയാലോ ഞങ്ങൾ എന്താ പറയാൻ പോകുന്നതെന്ന്. ശാലിനിയുടെ കാര്യം തന്നെയാണെന്ന് പറയാണ്. ഓ അക്കാര്യമാണല്ലേ. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ശാലിനിയുടെ പേര് പറയാനൊന്നും സാധിക്കില്ല എന്ന്. പക്ഷെ എനിക്ക് തെറ്റിപ്പോയി. ഈ കൂട്ടത്തിൽ നിങ്ങളെല്ലാവരും ഉണ്ട്. ഇവിടുത്തെ വേലക്കാരിയുണ്ട്, കാര്യസ്ഥനുണ്ട്. എല്ലാവരും നിന്ന് ഒത്ത് അവൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കാമെന്നും ഞാൻ അങ്ങ് ചിന്തിച്ചില്ല. അതുമാത്രമല്ല ഈ കൂട്ടത്തിൽ 2 പേര് കുറവാണല്ലോ. പ്രീതിയെയും ശ്യാമയെയും കൂടെ കൂട്ടായിരുന്നില്ല ഇക്കാര്യം പറയാനെന്ന് സത്യമ്മ കളിയാക്കിയ മട്ടിലിങ്ങനെ പറയുന്നുണ്ട്. രോഹിത്തും പറയുന്നുണ്ട് അത് പിന്നെ ശാലിനീനെ വിളിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. ശാലിനീനെ ഇവിടെ വിളിക്കില്ല, ശാലിനിക്ക് ഇനി മാപ്പില്ല എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? നീ ഒരു തീരുമാനം എടുക്കണ്ടേ എന്ന് രാഘവേട്ടൻ പറയുന്നുണ്ട്. എൻ്റെ തീരുമാനം ഇതൊക്കെ തന്നെയാണ്. അവളെ ഞാൻ ഈ കൈവെള്ളയിലിട്ടിട്ടാണ് നോക്കിയിരുന്നത്. അത്രമാത്രം ഞാൻ സ്നേഹിച്ചിരുന്നു. എൻ്റെ മോൻ്റെ കുഞ്ഞ് അവളെ വയറ്റിലുണ്ടെന്ന് കണ്ടപ്പോൾ. പക്ഷേ അവൾ എന്നെ ചതിച്ചു. ഓരോ സമയത്തും ഞാൻ അവളെ സ്നേഹിക്കുമ്പോഴും അവളൊരു പൊട്ടത്തിയെ പോലെ എൻ്റെ മുന്നിൽ കളിക്കുകയായിരുന്നു. അവൾക്കൊരു നിമിഷം എന്നോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാമായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഇതുപോലൊരു സീമന്ത ചടങ്ങ് നടത്തിയിട്ട് അത്ര ദിവസമൊന്നും ആയിട്ടില്ല. അന്ന് ഞാൻ അവളെ പൊന്നും പണ്ടവും അണിഞ്ഞ് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് ഞാൻ ഇവിടെ കൊണ്ടിരുത്തിയത്. എന്നിട്ട് അവൾ എന്നോടത്ത് എന്താ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് വളരെ സങ്കടത്തോടു കൂടി കരഞ്ഞുകൊണ്ടാണ് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാൻ ഒരിക്കലും ഇനി അവളോട് ക്ഷമിക്കില്ല. ഞാൻ ആഗ്രഹിച്ചത് അടങ്ങി ഒതുങ്ങി ഇവിടെ വീട്ടിൽ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു മരുമകളെയാണ്. പക്ഷേ അവളുടെ അമ്മ ആഗ്രഹിച്ചത്, ശാരദാമ്മ ആഗ്രഹിച്ചത് അവളെ ഒരു കളക്ടർ ആക്കണമെന്നാണ്. പക്ഷേ രണ്ടും ഒരുമിച്ച് നടക്കില്ലല്ലോ. പക്ഷെ അവളെന്താ കാണിച്ചത്? അവളെ അമ്മയാണ് ശരിയെന്ന് മകൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു, എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. ഇത് കേൾക്കുന്നതും വിഷ്ണു എതിർത്ത് സംസാരിക്കുന്നുണ്ട്. അത് പിന്നെ അമ്മ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ, അത് അമ്മയ്ക്ക് അറിയാത്തതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ഓഹോ, എൻ്റെ മോൻ്റെ വായിൽ നാവൊക്കെ ഉണ്ടല്ലേ. രാഘവേട്ടൻ പറയുന്നുണ്ട് ഈ ശാലിനിയുടെ അനിയത്തിയാണ് ശ്യാമ എന്ന് നീ മറക്കരുത്. അവളെ എന്തായാലും ഈ ചടങ്ങിന് വിളിക്കണ്ടേ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോൾ ശാലിനിയുടെ അനിയത്തിയാണെന്ന്. അങ്ങനെ ഒരു ബന്ധം അവൾക്കുണ്ടെങ്കിൽ അവൾ വിളിക്കാതെ ഇങ്ങ് കയറി വരട്ടെ. അതിനുള്ള ധൈര്യം ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പം ഞാൻ അവളെ സ്വീകരിക്കണോ എന്ന് ഞാൻ നോക്കാം. ഇനി ഈ നാട്ടുകാരുടെ മുൻപിലൊക്കെ അവളെ ഏറ്റു പറയട്ടെ. എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാതെ ഞാൻ അവളെ ഈ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ജ്യൂസിൻ്റെ ഗ്ലാസ് എടുത്ത് നേരെ നിലത്തോട്ട് ഒഴിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒഴിച്ചതെന്ന് അപ്പം കാണിക്കുന്നില്ല. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശാലിനിയെ തന്നെയാണ്. ഓട്ടോയിൽ യാത്ര ചെയ്യുന്ന ശാലിനിയാണ് പിന്നീട് കാണിക്കുന്നത്. കൂടെ ശാന്ത ചേച്ചിയുണ്ട്. ശാലിനിയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്, കയ്യിലൊരു കവറൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിയില്ല. ചിലപ്പോൾ ഡോക്ടറെ കാണാനായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിറ്റേ ദിവസം ചെല്ലണമെന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ ശാന്ത ചേച്ചിയെ കൂട്ടി ഡോക്ടറെ അടുത്ത് പോകാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും എപ്പിസോഡിൻ്റെ റിവ്യൂ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡ് റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ.